കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ താടകയെ വധിച്ചു. എന്നിട്ട് അന്ന് രാത്രി കാമാശ്രമത്തിൽ താമസിച്ചു. അവിടെയാണ് ശിവൻ കാമദേവനെ ദഹിപ്പിച്ച സ്ഥലമായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് താടകയ്ക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവിടെ കുറേ മുനിമാർ അതുകൊണ്ട് സമാധാനമായിട്ട് താമസിച്ചായിരുന്നു. അന്ന് രാത്രി അവിടെ താമസിച്ച് പിന്നെ കുറേ മുനിമാർ ഇവരുടെ കൂടെ പോന്നു. എന്നിട്ട് സിദ്ധാശ്രമം അല്ലെങ്കിൽ വാമനാശ്രമത്തിലെത്തി. അവിടെയാണ് വാമനാവതാരം ഉണ്ടായിട്ടുള്ള വളരെ വിശേഷപ്പെട്ട പുണ്യസ്ഥലമാണ്. അതുകൊണ്ടാണ് അത്ര അവിടെ വെച്ചിട്ട് യാഗം ചെയ്യണത്. സിദ്ധാശ്രമം ആണ്, അവിടെയാണ് സിദ്ധാശ്രമം അല്ലെങ്കിൽ വാമനാശ്രമം എന്ന് പറയുന്നത്. അവിടെയാണ് വിശ്വാമിത്രൻ യാഗം നടത്തുന്നത്. അതിനെന്താ കാരണം വെച്ചാൽ അത്ര പുണ്യസ്ഥലമായതുകൊണ്ട് ഈ വാമനാവതാരം നടത്തിയ ഉണ്ടായ സ്ഥലമാകൊണ്ട് അവിടെ വെച്ച് ചെയ്യണ യാഗങ്ങൾക്ക് സാധാരണ ബാക്കി എവിടെ വെച്ച് ചെയ്യണ യാഗങ്ങളെക്കാളും ഫലം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച് ചെയ്യാണ് എന്നൊക്കെയാണ്. അതുവരെയാണ് നമ്മൾ എത്തിയത് അല്ലേ. എന്നിട്ട് പറഞ്ഞു ശ്രീരാമൻ, എന്താ പിന്നെ നീ യാഗം തുടങ്ങിക്കോളൂ, ഞാൻ എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം, യാഗരക്ഷ ചെയ്തോളാം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കാര്യം, ഈ ജ്ഞാനാനന്ദ സരസ്വതിയുടെ ഒരു പുസ്തകമുണ്ട്. അതിൽ ഈ രാമായണ തത്വങ്ങൾ അല്ലെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള ആ സിംബോളിസങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് മുഴുവൻ എത്ര മനസ്സിലാവും, എനിക്കത്ര മുഴുവൻ മനസ്സിലായിട്ടില്ല. പക്ഷേ എന്നാലും ആ പറയണത് ചില ഭാഗ്യമെങ്കിലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഈ താടക എന്തിനെയാണ് പ്രതിനിധീകരിക്കണമെന്ന് പറയണ്ട ജ്ഞാനാനന്ദ സരസ്വതി സ്വാമി. എന്താ വെച്ചാൽ ഒരിക്കലും നമുക്ക് അടങ്ങാത്ത ഈ ആഗ്രഹത്തെയാണ് അത്ര ഇവിടെ താടകയായിട്ട് പറഞ്ഞിരിക്കണത്. അപ്പോൾ ഈ നമ്മുടെ ചിത്താണത്ര കാട. ഇപ്പോൾ താടക വനം എന്ന് പറഞ്ഞില്ലേ, ആ കാട നമ്മുടെ മനസ്സ്. അതിലത്തെ ഒരിക്കലും അടങ്ങാത്ത ആഗ്രഹമാണത്രേ താടക. അപ്പോൾ ആ ചിത്തത്തിനെ, നമ്മുടെ ചിത്തത്തിനെ അല്ലെങ്കിൽ മനസ്സിനെ അറിയാൻ സമ്മതിക്കാത്ത അത്ര ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതാണ് നമ്മളൊരു രാക്ഷസിയെ പോലെ എന്ന് പറഞ്ഞ താടക എന്ന്. അപ്പം അധ്യാത്മം, അപ്പം നമ്മൾ മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കണവർക്ക് ഈ താടക ആഗ്രഹങ്ങളാവുന്ന താടകയെ ജയിക്കണം. എന്നിട്ട് നമുക്ക് ആഗ്രഹങ്ങളില്ലാതെ ആവണം. എന്നാലല്ലേ നമുക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗത്തിൽ പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഇതിൽ വലിയ ആസക്തിയും എപ്പോഴും ശരീരത്തിനെ പറ്റി വിചാരിക്കുകയൊക്കെ ചെയ്യാത്ത ആൾക്ക് ശരിക്കും ഇന്ദ്രിയജയമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്താലേ ബ്രഹ്മവിദ്യയാകുന്ന സീതയെ ലഭിക്കുള്ളൂ. അതാണ് പറയണതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീരാമൻ അത് വളരെ സിംബോളിക്കായിട്ട് താടക ആഗ്രഹങ്ങളെ കൊല്ലലാണ്, നമ്മുടെ ചിത്തത്തിനെ ഒരു കാടായിട്ട് വിചാരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുകയാണ്. സീതയാകുന്ന ബ്രഹ്മവിദ്യയെ ലഭിക്കാൻ വെച്ചാൽ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ നശിപ്പിക്കേണ്ടി വരും എന്നാണ് അതിൻ്റെ ഒരു സിംബോളിസം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മനസ്സിലത്തെ സങ്കല്പങ്ങളാണല്ലോ സുഖദുഃഖങ്ങളൊക്കെ. നമുക്ക് അനുകൂലമായിട്ടുള്ള അനുഭവത്തെ നമ്മൾ സുഖം എന്നും പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളെ നമ്മൾ ദുഃഖം എന്നുമാണല്ലോ പറയുക. അതൊന്നും ശരിക്ക് ഈ മനസ്സില്ലെങ്കിൽ അതുമില്ല, ഒക്കെ മനസ്സിലാണ്, ഒക്കെ നമ്മുടെ സങ്കല്പമാണ് സുഖവും ദുഃഖവും എന്ന് പറയുകയാണ്. അപ്പോൾ ആ സുഖദുഃഖങ്ങളാണ് അത്രേ മാരീചനും സുബാഹുവും. അപ്പോൾ മനസ്സിലത്തെ സുഖദുഃഖങ്ങളെയും ഹനിക്കണം. അതായത് നമുക്ക് സുഖവും ദുഃഖമൊക്കെ സങ്കല്പമാണ്, നമ്മളെങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് എന്നൊക്കെയാണല്ലോ. അപ്പോൾ മാരീചനും സുബാഹുവും ഇവിടെ മനസ്സിനെ സ്വൈരം കെടുത്തുന്ന അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അനുകൂല പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളെ കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങളെയാണ് അത്രേ മാരീചനും സുബാഹുവും ഒക്കെ പ്രതിനിധീകരിക്കണത് സിംബോളിക്കായിട്ട്. അപ്പോൾ അതിനെയും ജയിക്കണമല്ലോ. അതാണ് ഇവിടെ ഒരു സിംബോളിസം പറഞ്ഞിരിക്കുന്നത്. അതിൽ
ഇനി അതായത് നമ്മൾ ഇതിനെയൊക്കെ ഇല്ലാണ്ടാക്കി ആഗ്രഹങ്ങളെ നിവർത്തിച്ച് സുഖദുഃഖങ്ങളോടൊക്കെ സമഭാവനയോടുകൂടി പിന്നെ എന്താണ് സുഖദുഃഖങ്ങളെ സമഭാവനയോട് അഭിമുഖീകരിക്കുക, അങ്ങനെയൊക്കെ ചെയ്താലേ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ജയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആയാലേ നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് സിംബോളിക്കായിട്ട് പറയുകയാണ് ഈ കഥയിലെന്ന് ഞാൻ അനന്തരശ്രീ സ്വാമി പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അഹല്യയുടെ ഇതിലേക്കൊക്കെ വരിട്ടോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുക യാഗരക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് 4 ദർശയസ്വ മഹാഭാഗ അല്ലേ, ദർശയസ്വ മഹാഭാഗ കുതസ്ഥൗ രാക്ഷസാധമൗ തഥേത്യുക്ത്വാ മുനിർയഷ്ടു മാരേഭേ മുനിഭിः സഹ. മഹാഭാഗ മീൻസ് വളരെ എന്താണ് ആദരിക്കപ്പെടേണ്ടവനായിട്ടുള്ള പിന്നെ ആദരിക്കപ്പെടേണ്ടവനായവനെ രാക്ഷസാധമൗത്തൗ രാക്ഷസന്മാരിൽ വളരെ അധമന്മാരായിട്ട് ആ 2 പേർ കുതഹ ദർശയസ എവിടെയാണ് വരണമെന്ന് കാട്ടിത്തന്നാലും ദർശയസ ദർശയസ് അതെ എനിക്ക് കാണിച്ചു തരൂ, ദർശയസ്വ എന്ന് പറയണം, കാണിച്ചു തന്നാലും. അതായത് ഈ രാക്ഷസന്മാർ ഏത് ഭാഗത്താണ് പ്രത്യക്ഷപ്പെടുമ്പോൾ എനിക്ക് കാണിച്ചു തന്നോളൂ. തഥാ ഇതി ഉക്ത്വ ശരി എന്ന് പറഞ്ഞ് മുനി വിശ്വാമിത്രൻ സഹ മുനിമാരോട് കൂടെ യഷ്ടുമാരേഭേ എന്താ യജ്ഞം ആരംഭിച്ചു, യാഗം തുടങ്ങി. അതായത് ശ്രീരാമൻ പറഞ്ഞു ഞാൻ യാഗരക്ഷ ചെയ്തോളാം, എവിടെ നിന്നാണ് ഏത് ഭാഗത്താണ് മാരീചനും സുബാഹുവും പ്രത്യക്ഷപ്പെട്ടെന്ന് വെച്ചാൽ കാണിച്ചു തരൂ, ഞാൻ എന്താ വേണ്ട വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ബാക്കി മുനിമാരോട് കൂടി വിശ്വാമിത്രൻ യാഗം ആരംഭിച്ചു. ദർശയസ്വ മഹാഭാഗ കുതസ്ഥൗ രാക്ഷസാധമൗ തഥേത്യുക്ത്വാ മുനിർ യഷ്ടുമാരേഭേ മുനിഭിः സഹ. ഇനി 5 മധ്യാഹ്നേ ദദൃശാതേതൗ രാക്ഷസൗ കാമരൂപിണൗ മാരീചശ്ച സുബാഹുശ്ച വർഷന്തൗ രുധിരാസ്ഥിനി. അപ്പോൾ മധ്യാഹ്നമായപ്പോൾ, അതായത് ഇപ്പോൾ രാവിലെ തുടങ്ങി യാഗം എന്ന് വെച്ചോളൂ, ഉച്ചയായപ്പോൾ കാമരൂപിണവും അതായത് ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ പറ്റുന്നവരായ മാരീചഹ പിന്നെ സുബാഹുവും മാരീചനും സുബാഹുവുമായ തൗ രാക്ഷസൗ ആ രാക്ഷസന്മാർ രുധിരാസ്ഥിനി അതായത് രക്തവും എല്ലും രുധിരം അസ്ഥി രുധിരാസ്ഥിനി രുധിരം അസ്ഥി രണ്ടും രുധിരം ച രക്തം രക്തവും എല്ലും വർഷന്തവും ഈ യാഗ ഹോമ കുണ്ടത്തിലേക്ക് ചോരയും എല്ലിൻ്റെ കഷ്ണമൊക്കെ ഇടാൻ തുടങ്ങി. വർഷന്തം വെച്ചാൽ എന്താ വർഷിക്കുന്നതായിട്ട് ദദൃശാതെ കാണപ്പെട്ടു. അങ്ങനെ ഈ യാഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉച്ചയായപ്പോൾ മാരീചനും സുബാഹുവും ഈ യാഗ പിന്നെ ഹോമകുണ്ടത്തിലേക്ക് ചോരയും എല്ലിൻ്റെ കഷ്ണമൊക്കെ ഇടാൻ തുടങ്ങി. മധ്യാഹ്നേ ദദൃശാതേ തൗ രാക്ഷസൗ കാമരൂപിണൗ മാരീചശ്ച സുബാഹുശ്ച വർഷന്തൗ രുധിരാസ്ഥിനി. ഇനി 6 രാമോഭിധനുരാദായ ദ്വൗ ബാണൗ സന്തധേ സുധീഃ ആകർണാന്തം സമാകൃഷ്യ വിസസർജ തയോഃ പൃഥക്. സുധി രാമ അഭി അതായത് വളരെ ബുദ്ധിയാണല്ലോ. അപ്പോൾ സുധി പറഞ്ഞാൽ നല്ല ബുദ്ധിയോട് കൂടിയ അല്ലെങ്കിൽ ഇവിടെ നല്ല ബുദ്ധിമാനായിട്ടുള്ള രാമനും ധനു ആദായ വില്ല് എടുത്തിട്ട് ആകർണാന്തം സമാകൃഷ്യ ചെവി വരെ വലിച്ചു മീൻസ് നല്ലോണം വലിച്ചു മുറുക്കി. ദ്വൗ ബ്രാഹ്മണവും ദ്വൗ ബാണവും ആ ബാണങ്ങളെ അതായത് അമ്പുകളെ തയോഹോ പൃഥക് അവരുടെ നേരെ വെവ്വേറെ അതായത് ഒരമ്പ് ഒരാളുടെ നേരെ ഒരമ്പ് വേറൊരാളുടെ നേരെ അങ്ങനെ വിസസർജ മീൻസ് അത് അയച്ചു. അപ്പോൾ ഇവർ ഇങ്ങനെ പിന്നെ രക്തവും അസ്ഥിയും ഒക്കെ ഹോമകുണ്ടത്തിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോൾ വളരെ എവിടെയെന്നൊക്കെ നല്ലോണം മനസ്സിലായി. അവർ മായാവികളാണ്, എന്നാലും എവിടുന്നാണ് അത് ചെയ്യണമെന്നൊക്കെ വളരെ ബുദ്ധിമാനായിട്ടുള്ള രാമൻ മനസ്സിലാക്കിയിട്ട് വില്ല് നല്ലോണം മുറുക്കി വലിച്ചൊരു ചെവി വരെ കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെയാണ്, അതായത് നല്ല മുറുക്കി വലിച്ച് 2 അമ്പ്
അവരുടെ നേരെ എയ്തു. ഓരോരുത്തരുടെ നേരെ ഓരോ അമ്പായിട്ട് എയ്തു. രാമോപി ധനുരാദായ ദൗ ബാണൗ സന്തതേ സുധീ ആകർണാന്തം സമാകൃഷ്യ വിസസർജ തയോ പൃഥക്. ഇനിയോ 7. തയോരേകസ്തു മാരീചം ഭ്രാമയഞ്ചതയോജനം പാതയാമാസ ജലധൗ തദദ്ഭുതമിവാഭവത്. തയോഹോ ഏകാത്തു, ആ രണ്ടിൽ ഒന്ന്, ഒരു അമ്പൈ മാരീചൻ 2 അയച്ചു പറഞ്ഞു. അതിലത്തെ 1 മാരീചനെ ശതയോജനം ഭ്രാമയൻ 100 യോജന ഓടിപ്പിച്ചു. ആ ബാണം അല്ലെങ്കിൽ ബാണം നേരെ വന്നപ്പോൾ ഈ മാരീചൻ 100 യോജന ഓടി. അപ്പോൾ ഈ ബാണം പിന്നാലെ പോയി. എന്നിട്ടോ ജലധൗ, സമുദ്രത്തിൽ പാതയാമാസ, പതിപ്പിച്ചു. അപ്പോൾ ഈ ബാണം, ഈ അമ്പ് നേരിട്ട് വരുന്നു കണ്ടപ്പോൾ ഈ മാരീചൻ ഓടി 100 യോജന ഓടിയിട്ട് സമുദ്രത്തിനുള്ളിലേക്ക് അങ്ങോട്ട് ചാടി. അപ്പം അമ്പ് സമുദ്രത്തിനുള്ളിലേക്ക് പോയില്ല, അതവിടെ കരയ്ക്ക് നിന്നു. തദ്ഭുതം ഇവ അഭവത്, അത് അത്ഭുതം എന്ന പോലെ ഭവിച്ചു. അതായത് അവിടെ നിൽക്കുകയാണ്. എന്താ വെച്ചാൽ ഈ തിരിച്ച് പുറത്തേക്ക് വന്നാൽ ആ അമ്പിന് പോവാൻ പറ്റാഞ്ഞിട്ടല്ല കേട്ടോ. ഭഗവാന്റെ അമ്പിന് സമുദ്രത്തിൻ്റെ ഉള്ളിലേക്കും പോയിട്ട് വേണമെങ്കിൽ മാരീചനെ കൊല്ലാം. പക്ഷേ ഭഗവാൻ മാരീചനെ കൊല്ലാൻ റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ മാരീചന് മരണത്തിന് സമയമായിട്ടില്ല ഭഗവാന്റെ കൈകൊണ്ട്. ഭഗവാന്റെ കൈകൊണ്ട് തന്നെ പിന്നെ മരിക്കും. പക്ഷേ ഇപ്പം മാരീചനെ കൊല്ലണ്ടെന്നാണ് വിചാരിക്കണം ഭഗവാൻ. ഭഗവാന്റെ പ്ലാൻ എന്താ വെച്ചാൽ ഇപ്പം മാരീചനെ കൊല്ലണ്ട, പിന്നെ കൊല്ലാന്ന്. അപ്പോൾ പേടിപ്പിച്ച് മാരീചൻ സമുദ്രത്തിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചു. അപ്പം ആ അമ്പ് അവിടെ തന്നെ നിന്നു എന്നാണ് പറയണത്. എന്താ വെച്ചാൽ ഇനി താമസിയാതെ സമുദ്രത്തിൽ നിന്ന് കയറി വന്നാൽ, അപ്പോൾ അതായത് ഈ യാഗം കഴിയണതിൻ്റെ മുമ്പേ മാരീചൻ ആദ്യം സമുദ്രത്തിൽ നിന്ന് വന്നാൽ അവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അമ്പ സമുദ്രത്തിൻ്റെ അവിടെ കുറേ നേരം നിന്നു എന്നാണ് പറയണത്. അതാണ് അത് വാൽമീകി രാമായണത്തിലും അങ്ങനെ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ എന്താ പറയുക, ക്ഷിപ്ത സാഗര രോധസീന്ന്, സമുദ്ര തീരത്തിലെത്തിച്ചു എന്നാണ്. അതായത് സമുദ്രത്തിൻ്റെ തീരത്തെത്തിയപ്പോൾ പേടിച്ചിട്ട് മാരീചൻ ഉള്ളിലേക്ക് പോയി. അപ്പോൾ സമുദ്രതീരത്ത് ഇങ്ങനെ കാവൽ പോലെ നിന്നു. തിരിച്ച് യാഗം കഴിയണവരെങ്കിലും അവിടെ നിൽക്കണച്ചിട്ട് അമ്പൈ അത്ഭുതമല്ലേ എന്നാണ് പറയണത്. അത് വളരെ, എന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ യാഗം കഴിഞ്ഞാൽ ശ്രീരാമൻ്റെ അവനാഴിയിലേക്ക് തിരിച്ചു വരും. അതാണ് തയോരേകസ്തു മാരീചം ഭ്രാമയഞ്ചതയോജനം പാതയാമാസ ജലധൗ തദ്ഭുതമിവാഭവത്. അങ്ങനെ സാധാരണ എവിടെയെങ്കിലും പോയി നിൽക്കില്ലല്ലോ അമ്പ്, അത്ഭുതമല്ലേ അത്. ഇനി 8. ദ്വിതീയോഗ്നിമയോ ബാണ സുബാഹുമജയൽ ക്ഷണാദ് അപരേ ലക്ഷ്മണേനാശു അനുയായിന. എന്താ വെച്ചാൽ രണ്ടാമത്തെ അഗ്നിമയ ദ്വിതീയ ബാണ. അഗ്നി കൊണ്ടുള്ള അസ്ത്രമാണ്, അഗ്നിയാസ്ത്രമാണ് ഉപയോഗിച്ചത്. ആരുടെ നേരെ? സുബാഹുവിൻ്റെ നേരെ. അപ്പോൾ സുബാഹും ക്ഷണാത് അജയത്, സുബാഹുവിനെ ക്ഷണത്തിൽ ജയിച്ചു, മീൻസ് കൊന്നു വേഗം. അഗ്നി അസ്ത്രമാണ് ഉപയോഗിച്ചത്. അത് ആഗ്നേയാസ്ത്രം എന്ന് പറയും. ആഗ്നേയാസ്ത്രമാണ് ഉപയോഗിച്ചത് സുബാഹുവിൻ്റെ മേരെ. അത് നിഷ്പ്രയാസം സുബാഹുവിനെ കൊന്നു. തദനുയായിനഹ അപരെ, അവരുടെ കൂടെയുള്ള ബാക്കി രാക്ഷസന്മാരെ, കൂടെ വന്നവരൊക്കെ ഇവരാണ് പ്രധാനമായിട്ടുള്ളവർ. ബാക്കി വല്ലവരൊക്കെ ലക്ഷ്മണേന ആശുഹത, ബാക്കിയുള്ളവരൊക്കെ ലക്ഷ്മണൻ നിഷ്പ്രയാസം കൊന്നു എന്ന്. അതായത് ഇപ്പോൾ ഈ ആദ്യത്തെ അസ്ത്രം അയച്ചപ്പോൾ മാരീചൻ സമുദ്രത്തിനുള്ളിൽ പോയി ഒളിച്ചു. മാരീചൻ പുറത്തേക്ക് വരാതെ നോക്കാൻ വേണ്ടിയിട്ട് ആ ബാണം അവിടെ തന്നെ കാവലിൽ നിന്നു എന്ന് പറഞ്ഞു അല്ലേ. രണ്ടാമത്തെ അസ്ത്രം ആഗ്നേയാസ്ത്രം ഉപയോഗിച്ചത് സുബാഹുവിൻ്റെ നേരെ. അപ്പോൾ സുബാഹുവിനെ അത് നിഷ്പ്രയാസം കൊന്നു. എന്നിട്ട് ബാക്കി ഈ ഛോട്ട, അതായത് ഇവരുടെ ഇത്ര തന്നെ ശക്തിയില്ലാത്ത ബാക്കി രാക്ഷസന്മാരൊക്കെ ലക്ഷ്മണന് നിഷ്പ്രയാസം കൊന്നു എന്ന് പറയാണ്. ദ്വിതീയോഗ്നിമയോ ബാണ സുബാഹുമജയൽ ക്ഷണാദ് അപരേ ലക്ഷ്മണേനാശു ഹതാസ്തദനുയായിന, അനുയായികളെന്ന് മീൻസ് ഒപ്പുള്ള രാക്ഷസന്മാരെ. ഇനി പുഷ്പൗഖൈരാകിരൻ ദേവാ രാഘവം സഹ ലക്ഷ്മണം ദേവദുന്ദുഭയോ നേതുസ്തുഷ്ടു സിദ്ധചാരണ. ദേവന്മാർ സഹലക്ഷ്മണം രാഘവം, ലക്ഷ്മണസഹിതനായ രാഘവനെ, അതായത് ഭഗവാനെ
പുഷ്പൗഖൈഹി നല്ല ദിവ്യപുഷ്പങ്ങളെ കൊണ്ട് ആകിരൻ മീൻസ് പുഷ്പവർഷം ചെയ്തു എന്ന്. ദേവദുന്ദുഭയ അതായത് ദേവന്മാർ പെരുമ്പറ കൊട്ടി നേതുഹു പെരുമ്പറ മുഴക്കി ദേവന്മാർക്ക് സന്തോഷമായി എന്നർത്ഥം. സിദ്ധചാരണാഹ അതായത് യാഗം നടത്തുമ്പോൾ ദേവന്മാർക്കാണല്ലോ ഈ ഹവിസ്സൊക്കെ അർപ്പിക്കണത്. അതിനൊക്കെ വിഘ്നം വരുത്തുമ്പോൾ പിന്നെ ദേവന്മാർക്ക് നല്ല സന്തോഷമായി. ഇപ്പം നാരദിനെയും സുബാഹുവിനെയും കൊന്ന യാഗമൊക്കെ നല്ലോണം വേണ്ട പോലെ നടക്കുമ്പോൾ അവർക്ക് എന്തായി. അപ്പോൾ ദേവന്മാർ പെരുമ്പറ കൊട്ടി സന്തോഷം അറിയിച്ചു. സിദ്ധചാരണ സിദ്ധന്മാരും ചാരണന്മാരും ഒക്കെ സ്തുതിച്ചു. അത് സാധാരണ പതിവുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ശ്രീരാമൻ മാരീചനെയും അകറ്റി സുബാഹുവിനെ കൊന്നു. ലക്ഷ്മണൻ ബാക്കിയുള്ളവരെ കൊന്നപ്പോൾ ദേവന്മാർക്കൊക്കെ സന്തോഷമായി. അവരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു. ദുന്ദുഭി മുഴക്കി അതായത് പെരുമ്പറ മുഴക്കി എന്ന് മാത്രം എന്താ വെച്ചാൽ പെരുമ്പറയൊക്കെ മുഴക്കി സിദ്ധന്മാരും ചാരണന്മാരും ഭഗവാനെ സ്തുതിച്ചു. പുഷ്പൗഖൈരാകിരൻ ദേവാ രാഘവം സഹ ലക്ഷ്മണം ദേവദുന്ദുഭയോ നേതുസ്തുഷ്ടുവു സിദ്ധചാരണ. ഇനി 10, 11 ഒന്നിച്ചാണ്. വിശ്വാമിത്രസ്തു സംപൂജ്യ പൂജാർഹം രഘുനന്ദനം അംഗേ നിവേശ്യ ചാലിംഗ്യ ഭക്ത്യാ ബാഷ്പാകുലേക്ഷണ ഭോജയിത്വാ സഹ ഭ്രാത്രാ രാമം പക്വഫലാധിഭി പുരാണവാക്യൈർമധുരൈർനിനായ ദിവസത്രയം. എന്താണെന്നറിയോ? വിശ്വാമിത്ര ഹത്തു. വിശ്വാമിത്രന് സന്തോഷമായി. വിശ്വാമിത്രനാകട്ടെ പൂജാർഹം രഘുനന്ദനം എന്തുകൊണ്ടും ആരാധന അർഹിക്കുന്ന ശ്രീരാമനെ എന്തുകൊണ്ടും പൂജാർഹനാണ്. സംപൂജ്യ വേണ്ട പോലെ പൂജിച്ചിട്ട് അംഗേ നിവേശ്യ മടിയിലിരുത്തിയിട്ട് ഭക്ത്യ ബാഷ്പാകുലേക്ഷണ ഭക്തി നിറഞ്ഞ അതായത് ഭക്തി കൊണ്ട് കണ്ണീരണിഞ്ഞുകൊണ്ട് ആലിംഗനം ചെയ്തിട്ട് പക്വഫലാദിഭി ധാരാളം പഴങ്ങളും ഒക്കെ കൊടുത്ത് ഭ്രാത്ര സഹരാമം ഭോജയിത്വ അതായത് അനിയനോട് കൂടിയിട്ടുള്ള ശ്രീരാമനെ നല്ലോണം ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് മധുരൈഹി പുരാണവാക്യൈഹി വളരെ ആനന്ദം ഉണ്ടാക്കുന്ന പുരാണ കഥകൾ കൊണ്ട് ദിവസത്രയം നിനായ 3 ദിവസം കഴിച്ചു കൂട്ടിന്ന്. അതായത് യാഗമൊക്കെ വളരെ മംഗളമായിട്ട് സമാപിച്ചു. വിശ്വാമിത്രന് വളരെ സന്തോഷമായി. അപ്പോൾ ശ്രീരാമനെ ലക്ഷ്മണനോട് കൂടി ഇരുത്തി പൂജിച്ച് ശ്രീരാമനെ മടിയിൽ വെച്ച് ആലിംഗനം ചെയ്ത് ധാരാളം ഭക്ഷണം രണ്ടാൾക്കും കഴിക്കാൻ കൊടുത്ത് 3 ദിവസം അവിടെ ഓരോ പുരാണ കഥകളുമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് സിദ്ധാശ്രമത്തിൽ താമസിച്ചു. യാഗമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം വിശ്വാമിത്രസ്തു സംപൂജ്യ പൂജാർഹം രഘുനന്ദനം അംഗേ നിവേശ്യ ചാലിംഗ്യ ഭക്ത്യ ബാഷ്പാകുലേക്ഷണ സന്തോഷ കണ്ണീരാണ് കേട്ടോ. ഭോജയിത്വാ സഹ ഭ്രാത്ര രാമം പക്വഫലാദിഭി പുരാണവാക്യൈർമധുരൈർനിനായ ദിവസത്രയം 3 ദിവസം. ദിവസത്രയം എന്ന് പറഞ്ഞാൽ 3 ദിവസം. ഇനി 12 ചതുർത്ഥേ ഹനി സംപ്രാപ്തേ കൗശികോ രാമമബ്രവീദ് രാമ രാമ മഹായജ്ഞം ദ്രഷ്ടും ഗച്ഛാമഹേ വയം. ചതുർത്ഥേ അഹനി സംപ്രാപ്തേ 4ാമത്തെ ദിവസമായി. ചതുർത്ഥം 4ാമത്തെ 3 ദിവസം കഴിഞ്ഞു പറഞ്ഞല്ലോ. 4ാമത്തെ ദിവസമായപ്പോൾ കൗശിക രാമം അബ്രവീത് വിശ്വാമിത്രൻ കൗശികൻ വെച്ചാൽ വിശ്വാമിത്രനാണല്ലോ രാമനോട് പറഞ്ഞു രാമ രാമ ഹേ രാമ മഹായജ്ഞം ദ്രഷ്ടും ഈ വളരെ കേമായിട്ടുള്ള യാഗം നമുക്ക് വളരെ കേമായിട്ടൊരു യാഗം നടക്കേണ്ട അടുത്തൊരു ദിക്കിൽ അതിന് നമുക്ക് വയം ഗച്ഛാമഹേ നമുക്ക് പോവാമെന്ന്. എന്താ പറയുക പറഞ്ഞാൽ 4ാമത്തെ ദിവസം വിശ്വാമിത്രൻ പറഞ്ഞു ശ്രീരാമനോട് രാമ വളരെ മഹത്തായിട്ടൊരു യാഗം കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടുത്തെ യാഗമൊക്കെ കഴിഞ്ഞുല്ലോ അപ്പോൾ ഇനി വളരെ മഹത്തായിട്ടൊരു യാഗം നടക്കണ്ട ആ യാഗം കാണാൻ നമുക്കെല്ലാവർക്കും കൂടി പോവാമെന്ന് പറഞ്ഞു. അതായത് വിശ്വാമിത്രനും ശ്രീരാമനും ലക്ഷ്മണനും കൂട്ട്. എന്നിട്ട് പിന്നെ എങ്ങടാ പോകണമെന്ന് നമുക്കറിയാലോ അല്ലേ. ജനകൻ്റെ രാജ്യത്തേക്ക് വിദേഹ രാജ്യത്തേക്ക് പോവാണ്. വിദേഹ രാജനഗരേ ജനകസ്യ മഹാത്മന തത്ര
മാഹേശ്വരം ചാപമസ്തിന്യസ്തം പിനാകിന മഹാത്മനഃ ജനകസ്യ മഹാത്മാവായിട്ടുള്ള ജനകൻ്റെ വിദേഹരാജനഗരത്തിൽ തത്ര അവിടെ പിനാകിന, അതായത് പിനാകി ആരാ? ശിവനാണ്. ശിവനാൽ ന്യസ്തം വയ്ക്കപ്പെട്ട ശിവൻ്റെ ഒരു മാഹേശ്വരം ചാപം അസ്തി, ഒരു ശിവൻ തന്നെ വെച്ച ശിവൻ്റെ ഒരു കേമായിട്ടുള്ള വില്ല് ഈ ജനകൻ്റെ രാജധാനിയിലുണ്ട്. അതായത് ആ വില്ലിനാണ് യാഗം നടക്കുന്നത്. അപ്പോൾ ആ ഒരു മഹായാഗം നടക്കേണ്ട ജനക മഹാരാജാവിൻ്റെ വിദേഹ രാജ്യത്ത് അവിടെ ആ രാജാവിൻ്റെ കയ്യിൽ സാക്ഷാൽ പരമശിവൻ്റെ ഒരു വളരെ കേമായിട്ടുള്ളൊരു വില്ല് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള പൂജയാണ്. അപ്പോൾ അത് നമുക്ക് പോയി കാണാം എന്ന് പറയുകയാണ്. ആ യാഗം ജനകൻ്റെ രാജധാനിയിലാണ് യാഗം നടക്കണം. അത് കാണുമ്പോൾ നമുക്ക് ഈ വില്ലും കാണാലോ, അതിനാണ്. അപ്പോൾ നമുക്ക് ഇനി 14 15 ഒന്നിച്ചാണ്, അതും കൂടി ചെയ്ത് നമുക്ക് നിർത്താട്ടോ. ദ്രക്ഷ്യസി ത്വം മഹാസത്വം പൂജ്യസേ ജനകേന ച ഇത്യുക്ത്വാ മുനിഭിസ്താഭ്യം യയൗ ഗംഗാ സമീപകം. ഗൗതമസ്യാശ് 14 കഴിഞ്ഞു. ഇനി 15 4 വരിയുണ്ട്. ഗൗതമസ്യാശ്രമം പുണ്യം യത്രാഹല്യാ സ്ഥിതാ തപ ദിവ്യപുണ്യഫലോപേതപാദപൈ പരിവേഷ്ടിതം മൃഗപക്ഷിഗണൈർഹീനം നാനാജന്തുവിവർജിതം ദൃഷ്ടോവാച മുനിം ശ്രീമാൻ രാമോ രാജീവലോചന. എന്താ വെച്ചാൽ മഹാസത്വം ഏറ്റവും ബലവത്തായതിനെ ത്വം ദ്രക്ഷ്യസി നീ കാണും, ഏറ്റവും ശക്തിയുള്ളൊരു കാര്യം നീ കാണും. ജനകസ്യ പൂജ്യസേച്ച ജനകൻ തന്നെ പൂജിക്കുന്നതും ആയിട്ടുള്ള വളരെ ശക്തിയേറിയൊരു കാര്യം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇതി ഉക്ത്വ പറഞ്ഞിട്ട് താഭ്യ മുനിഭി അവരെയും കൂട്ടി വേറെ മുനിമാരും കൂടെ കുറച്ച് കണ്ടതുകൊണ്ട് ഗംഗാസമീപത്തിലുള്ള പുണ്യം ഗൗതമസ്യ ആശ്രമം, അതായത് ഗൗതമൻ്റെ ആശ്രമത്തിൽ യയൗ എത്തി. പൂവ പറഞ്ഞിട്ട് അധികമായിട്ടുള്ളൊരു കാര്യം ജനകൻ തന്നെ വെച്ച് പൂജിക്കണ അധികമായിട്ടുള്ളൊരു കാര്യം സാധനം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കുറച്ച് മുനിമാരും കൂടെ ഉണ്ട്. അവർ അവിടെ എത്തി. ഗംഗയുടെ സമീപത്തിലുള്ള ഗൗതമൻ്റെ ആശ്രമത്തിലെത്തി. എത്ര അഹല്യ തപസ്ഥിത, അവിടെ അഹല്യ തപസ്സിലിരിക്കുന്നുണ്ട്. ദിവ്യപുണ്യ ഫലോപേത പാദപൈഹി, അവിടെ വളരെ ദിവ്യങ്ങളായിട്ടുള്ള വൃക്ഷങ്ങളുണ്ട്. ഒരിക്കലും എവിടെയും കിട്ടാത്ത തരത്തിലുള്ള അനവധി പഴങ്ങൾ ഉണ്ടാക്കണ പഴങ്ങൾ ഉള്ള അനവധി ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട്. പരിവേഷ്ടിതം ചുറ്റപ്പെട്ടതും. പിന്നെയോ മൃഗപക്ഷിഗണൈഹി ഹീനം, ഈ പഴങ്ങളൊക്കെ തിന്നാൻ മൃഗങ്ങളും പക്ഷികളും വരിക, അതിൻ്റെ ശല്യമൊന്നും ഇല്ലേനും. നാനാ ജന്തു വിവർജിതം, ഒറ്റ ജന്തുക്കളില്ല. നിറച്ച് നല്ല പൂവുള്ളതും കായുള്ളതും നല്ല മധുര ഫലങ്ങളുള്ള ധാരാളം വൃക്ഷങ്ങളുള്ള അങ്ങനെ ഒരു ഒരു മലർവാടി പറയാം ആ ഗൗതമാശ്രമം. രാജീവലോചന ശ്രീമാൻ രാമ താമര, അതായത് രാജീവലോചന പറഞ്ഞാൽ താമര ഇതള പോലത്തെ കണ്ണുള്ള ശ്രീരാമൻ മുനിമുവാച മുനിയോട് പറഞ്ഞു. അതാണ് ഞാൻ അവിടെ എത്തി നമുക്ക് നിർത്താട്ടോ. അതെന്താ പറയുക വെച്ചാൽ ഞാൻ വളരെ ജനകൻ വെച്ച് പൂജിക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം, നമുക്ക് പോവുക എന്ന് പറഞ്ഞ് മുനിമാരും ശ്രീരാമനും ലക്ഷ്മണനും കൂടി പുറപ്പെട്ട് ഗംഗാ സമീപത്തിലെത്തിയപ്പോൾ അവിടെ ഗൗതമൻ്റെ ആശ്രമത്തിൻ്റെ ആ ഭാഗത്തെത്തി. ആ ഒരു ഉദ്യാനം പോലെയാണ്. അവിടെ നിറച്ച് പഴങ്ങളും നല്ല വളരെ സ്വാദിഷ്ടമായ ഫലങ്ങളൊക്കെ ഉള്ള ധാരാളം വൃക്ഷങ്ങളും പൂവുകളുള്ള വലിയൊരു മലർവാടിയാണ്. എന്താ അത്ഭുതം വെച്ചാൽ ഒറ്റ ജന്തുക്കളോ മൃഗങ്ങളോ അവിടെ ഇല്ല. ശാന്തം. ഒറ്റന്നതൊക്കെ തിന്നാൻ ശരിക്കും മൃഗങ്ങളൊക്കെ വരേണ്ടതല്ലേ, ജന്തുക്കളൊന്നുമില്ല. ഒരു മൃഗങ്ങളും ജന്തുക്കളും ഇല്ലാത്ത ഒരു ഭാഗമാണത്, ഒരു മലർവാടി. വളരെ ശാന്തവും സുന്ദരമായിട്ടുള്ള അത് കണ്ടപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ ഇത്രയധികം ഫലവൃക്ഷങ്ങളും ഭംഗിയുള്ള പൂവുകളൊക്കെ ഉള്ളൊരു പൂന്തോട്ടം പോലൊരു സ്ഥലത്ത് ഒറ്റ ജന്തുക്കൾ, ഒരു തരത്തിലുള്ള നാനാ ജന്തു വിവർജിതം എന്ന് പറയുന്നുണ്ട്. ഒറ്റ തരം
ഇല്ലാതെ എങ്ങനെ എന്താ അത് കാരണമെന്ന് ശ്രീരാമൻ മുനിയോട് ചോദിക്കാൻ പോവുകയാണ്. അതാണ് ശ്രീരാമൻ മുനിം ഉവാച, മുനിയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. അപ്പം ഞാൻ 14, 15 വായിച്ച ഇന്നിവിടെ നിർത്താം. ദ്രക്ഷ്യസി ത്വം മഹാസത്വം പൂജ്യസേ ജനകേന ച ഇത്യുക്ത്വാ മുനിഭിസ്ഥാഭ്യം യയൗ ഗംഗാസമീപകം ഗൗതമസ്യാശ്രമം പുണ്യം യത്രാഹല്യ സ്ഥിതാ തപ. അവിടെയാണ് അഹല്യ തപസ് ചെയ്യണത്. ദിവ്യ പുണ്യ ഫലോപേത പാദപൈഹി പരിവേഷ്ടിതം. ദിവ്യമായ വൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. മൃഗപക്ഷിഗണൈർഹീനം, ഒറ്റ മൃഗങ്ങളോ പക്ഷികളോ ഇല്ല. നാനാ ജന്തു വിവർജിതം, നഞ്ഞി ചെറിയ ഈ മണ്ണട്ട അല്ലെങ്കിൽ പാറ്റകൾ ഒന്നുമില്ല, നാനാജന്തു. ദൃഷ്ടോവാച മുനിം ശ്രീമാൻ രാമോ രാജീവലോചന. അപ്പോൾ രാജീവലോചനായ രാമൻ മുനിയോട് ഇപ്രകാരം ഉവാച പറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.